പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തി. പവൻ 200 രൂപ കൂടി 70,160 രൂപയായി. ഇന്ന് 25 രൂപയാണ് ഗ്രാമിന് കൂടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില 70,000 രൂപ കടക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ സ്വർണ്ണമൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുമല്ലോ, എന്ത് ചെയ്യും? അരുൺകുമാർ, മലയാളികളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചൊരു വിവാഹ സീസൺ കൂടിയാണ് ഇപ്പോൾ വരുന്നത്, വെക്കേഷനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി നിറഞ്ഞൊരു കാര്യമായി മാറാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 70,000 രൂപ സ്വർണത്തിന് കടക്കുന്നത്. ഇന്ന് മാത്രം കൂടിയത് പവന് 200 രൂപയാണ്, ഗ്രാമിന് 25 രൂപ കൂടി. ആഗോള വിപണിയിൽ വില വർദ്ധിക്കുന്നത് തന്നെയാണ് കാരണം. പ്രത്യേകിച്ച് ഈ വ്യാപാര തർക്കം, ഏറ്റവും വലിയ സമ്പദ് ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഇറക്കുമതി തീരുവ അമേരിക്ക ഉയർത്തതിന് പിന്നാലെ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും ഇത്തരത്തിൽ തീരുവ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വലിയ തോതിലുള്ള ഒരു തർക്കത്തിലേക്ക് ആഗോള വിപണിയിൽ അടക്കം പ്രതിഫലിക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഓഹരി വിപണിയൊക്കെ തന്നെ തകർന്ന് അടിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സ്വർണ്ണവില വീണ്ടും കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 5 വർഷം മുൻപ് അരുൺകുമാർ ഓർക്കേണ്ടതാണ്, ഏതാണ്ട് 30,000-35,000 രൂപ മാത്രമായിരുന്നു സ്വർണത്തിന്റെ വില ഒരു പവന്. അതാണ് ഏതാണ്ട് 5 വർഷത്തിന് മുമ്പ് 10 പവൻ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചെങ്കിൽ 3 ലക്ഷം രൂപ ലാഭം കിട്ടിയേനെ. അത്ര തന്നെയാണ്. അതായത് ഈ ഇത്തരത്തിൽ സ്വർണം സ്വന്തമായി കയ്യിലുള്ളവർക്ക് അല്ലെങ്കിൽ നിക്ഷേപമായി നേരത്തെ തന്നെ കരുതി വെച്ചവർക്ക് തന്നെ വലിയ ഉപകാരമായിരിക്കും. സ്വാഭാവികമായി അതിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 70,000 രൂപ എന്ന് പറയുമ്പോൾ പോലും അത് പണിക്കൂലിയും GSTയും ഉൾപ്പെടെ ഏതാണ്ട് 76,000-ലധികം രൂപയിലേക്ക് മാറുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ പ്രത്യേകിച്ചൊരു വിവാഹ സീസൺ കൂടിയാണ് വരുന്നത്. വിഷുവിന് പിന്നാലെ നിരവധി വിവാഹങ്ങളടക്കം നടത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സ്വർണ്ണവില കൂടുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതേസമയം നേരത്തെ തന്നെ സ്വർണം വാങ്ങി അതൊരു നിക്ഷേപമായി കരുതുന്നവർക്ക് അത് വലിയൊരു നേട്ടമായി കണക്കാക്കാനും കഴിയും. എന്തായാലും ആഗോള വിപണിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേരളത്തിലും സ്വർണ്ണവില വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, ഓക്കെ, എന്തായാലും സ്വർണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ചില ആളുകളൊക്കെ പറയുന്നത് സ്വർണ്ണത്തിന് വിലയില്ലെന്നൊന്നും പറയരുത്, സ്വർണ്ണത്തിന് വിലയുണ്ട്, വിലയേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അതുകൊണ്ട് എന്ത് ഉപയോഗം? ഞാൻ ചോദിച്ചത് സ്വർണം എന്ന ലോഹം കൊണ്ട് ലോഹത്തിൻ്റെ ഉപയോഗം എന്ത് എന്നാണ് ചോദിച്ചത്. ഇതിങ്ങനെ കാണാം, പൈസ ഇങ്ങനെ വാങ്ങാം എന്നല്ലാതെ എന്ത് പ്രയോജനം എന്നുള്ളതാണ് ചോദിച്ചത്. 70,000 രൂപ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇനി അങ്ങോട്ട് വല്ലാതെ ബുദ്ധിമുട്ടും സ്വർണം വാങ്ങാനായിട്ട് ആളുകളുള്ളത്.